വെൽക്കം ബാക്ക്. തംബ്ലൈൻ കണ്ട പോലെ തന്നെ നല്ലൊരു ഹെൽത്തി ഡയറ്റ് പ്ലാനിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫാറ്റ് ലോസും വെയിറ്റ് ലോസും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് വെച്ചിട്ട് തന്നെ എല്ലാം കഴിച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഒരു കാലറി ഡെഫിസിറ്റ് മീൽ പ്ലാൻ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫുൾ ഡേ മീൽ പ്ലാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ലഞ്ച്, സ്നാക്സ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഏതൊക്കെ ഭക്ഷണം എത്ര അളവിൽ കഴിക്കാം, അങ്ങനെ 1500 കാലറി മീൽ പ്ലാനുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഒരു പുരുഷന് 2300 കാലറി വരെയും അതുപോലെ തന്നെ സ്ത്രീക്ക് ഒരു 1700 കാലറി വരെയാണ് സാധാരണ നോർമൽ എടുക്കാറ്. ഒരു കാലറി ഡെഫിസിറ്റ് പാലിക്കാതെ, ഒരു കാലറി ഡെഫിസിറ്റ് ചെയ്യാതെ നമുക്കൊരു വെയിറ്റ് ലോസോ ഫാറ്റ് ലോസോ സംഭവിക്കില്ല. അതുകൊണ്ട് നല്ല കാലറി 1700 നിന്നും 1500 കാലറി ഡെഫിസിറ്റാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. കാലറി ഡെഫിസിറ്റ് എന്താണെന്ന് അറിയാത്തവർ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി കണ്ടു നോക്കാം. ഞാനിവിടെ പിൻ ചെയ്തിട്ടേക്കാം. തീരെ എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യത്തെ നമ്മളിപ്പോൾ ഒരു ഡയറ്റ് പ്ലാനൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരാഴ്ച തന്നെ എക്സസൈസ് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. വീട്ടിൽ എക്സസൈസ് ചെയ്തതാണെങ്കിൽ വീട്ടിൽ ചെയ്യാം. അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ ജിമ്മിൽ പോകാൻ തുടങ്ങാം. അങ്ങനെ ഒരാഴ്ച മുമ്പേ ജിമ്മിലോ എക്സസൈസോ ചെയ്യാൻ തുടങ്ങാം. ആക്ടിവിറ്റി ലെവൽ കൂട്ടിക്കൊണ്ടുവരാം. ശേഷം നമ്മൾ സാധാരണ ഒരു 2000-3000 ഒക്കെ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ, കാലറി നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയും എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ സാധനമൊക്കെ ഒന്ന് കുറക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് അത്ര ക്ഷീണം വരില്ല. അല്ലെങ്കിൽ പെട്ടെന്നൊരു ഡയറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ നന്നായി ഫാറ്റീഗ് ആവുകയും എക്സസൈസോ ഒന്നും ചെയ്യാത്ത ബോഡിയാകുമ്പോൾ വളരെയധികം ക്ഷീണിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്തു നോക്കാം. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാം. അപ്പോൾ ഡയറ്റ് പ്ലാൻ നോക്കിയാലോ. ഇതാ മോർണിംഗ് ആണ്. മോർണിംഗ് രാവിലെ എണീക്കുന്ന സമയത്ത് സാധാരണ വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ സിനമൺ ടീ, അതുപോലെ ജീരക വെള്ളം അങ്ങനെയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരുമ്പോൾ 2 റാഗി ദോശ, അതുപോലെ തന്നെ അല്ലെങ്കിൽ 2 ബ്രൗൺ ബ്രെഡ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ദോശ ഉഴുന്നിട്ട ദോശയൊക്കെ ആണെങ്കിൽ 2 ദോശ, 2 ഇഡലി, അല്ലെങ്കിൽ 2 ചപ്പാത്തി. ഈ 4 ഓപ്ഷനാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ 300 + 350 അങ്ങനെയാണ് കാലറി ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് കറി സൈഡായിട്ട് നമുക്ക് ചെറുപയർ ഒരു സ്മോൾ ബൗൾ, ഒരു 7 സ്പൂൺ, അതുപോലെ അങ്ങനെ ഒരു ഫിഷ് കറി വേണമെങ്കിൽ ഒരു 100 ഗ്രാം ഫിഷ് എടുത്തിട്ട്, അതുപോലെ തന്നെ ചിക്കന് 100 ഗ്രാം ചിക്കൻ, അത് അല്ലെങ്കിൽ 2 ഹോൾ എഗ്ഗ് എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്മോൾ ബൗൾ സാമ്പാർ, അങ്ങനെയൊക്കെ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അളവ് കൂട്ടാനോ കുറയ്ക്കുകയോ പറ്റില്ല. സെയിം അളവിൽ അതേപോലെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കതിൻ്റെ കൂടെ ഒരു സാലഡ് കഴിക്കാം. ഹാഫ് കുക്കുമ്പറും ഹാഫ് ക്യാരറ്റും എടുത്ത് നമുക്കൊരു സാലഡ് എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയും കഴിക്കാം. ലഞ്ചായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 11 മണി 12 മണി സമയത്ത് നമുക്കൊരു സ്നാക്ക് എടുക്കാം. ഒരു റോബസ്റ്റ ബനാന എടുക്കാം, അല്ലെങ്കിൽ ഒരു ആപ്പിൾ എടുക്കാം, അല്ലെങ്കിൽ ഒരു കപ്പ് പപ്പായ കട്ട് ചെയ്തത് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഉച്ചഭക്ഷണം 1 മണി ആകുമ്പോൾ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ബ്രൗൺ റൈസ് 1 കപ്പ്, ഒരു 7 സ്പൂണോളം ഉണ്ടാവും. അതുപോലെ തന്നെ അല്ലെങ്കിൽ 2 ബ്രൗൺ ബ്രെഡ്, അല്ലെങ്കിൽ മില്ലറ്റ് റൈസ്, 2 ചപ്പാത്തി, അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കഴിക്കാം. അതുപോലെ തന്നെ രാവിലെ പറഞ്ഞ പോലെ തന്നെ ചെറുപയർ കറിയോ സാമ്പാർ, ഫിഷ് കറി, ചിക്കൻ കറി ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എഗ് ബുർജി അങ്ങനെയും സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ ദിവസവും തൈര്, ഒരു ചെറിയ എമൗണ്ടിൽ തൈരും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്യാരറ്റും കുക്കുംബർ വെച്ച് ഒരു ഹാഫ് കുക്കുംബർ ഹാഫ് ക്യാരറ്റ് വെച്ചൊരു സാലഡ്. എല്ലാ ദിവസവും ചീരയോ ഇലവർഗ്ഗങ്ങൾ എന്തെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ചീരയായാൽ ഏറ്റവും നല്ലത്. ചീരയോ ഇലവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അടുത്തത് ഈവനിങ് ആണ്. ഈവനിങ്ങിൽ ഒരു ചായ, ബ്ലാക്ക് കോഫിയോ ബ്ലാക്ക് ടീയോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീയോ നമുക്ക് കുടിക്കാം. പഞ്ചസാര അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കൂടെ നമുക്കൊരു 5-6 ബദാം, അല്ലെങ്കിൽ 2-3 വാൾനട്ട്, 2 ഈത്തപ്പഴം നമുക്ക് കഴിക്കാം.
പറയുന്ന ഓരോ ഫുഡിൻ്റെ അളവും അതേ അളവിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അളവിലധികം കഴിച്ചാൽ അത് കാലറി ഇൻടേക്ക് കൂടും, അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല. ഇനി അടുത്തത് ഡിന്നറാണ്. 7 മണി 8 മണീൻ്റെ ഉള്ളിൽ തന്നെ ഡിന്നർ കഴിക്കാൻ ശ്രദ്ധിക്കുക. മിക്സ് വെജ് ആൻഡ് ഫ്രൂട്ട്സ് സാലഡ് കഴിക്കാം, അതുപോലെ തന്നെ ഓട്സ് സ്മൂത്തി, റാഗി സ്മൂത്തി അങ്ങനെ കഴിക്കാം. അതുപോലെ തന്നെ കടല വെച്ചിട്ടും സാലഡ് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. 200-250 കാലറി തന്നെ രാത്രിത്തെ ഭക്ഷണം ഒതുക്കാൻ നോക്കാം. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് 2-3 ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആക്ടിവിറ്റി ലെവലിൽ 20 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ജിമ്മിൽ എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നല്ല റിസൾട്ട് കാണാൻ പറ്റും. 1 മാസം കൊണ്ട് എന്തായാലും 5 to 6 kg നമുക്ക് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യാൻ നോക്കാം. അതുപോലെ നടക്കുന്നവരാണെങ്കിൽ അത് റണ്ണിങ്ങിലേക്ക് കൊണ്ടുവരാം. നന്നായിട്ട് ജമ്പ് ചെയ്യാം, അതുപോലെ സ്കിപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കാണാൻ പറ്റും. എന്തായാലും ഒരു 5 to 6 kg നമുക്ക് കുറക്കാൻ പറ്റും. ഭക്ഷണം നന്നായിട്ട് കുറക്കാം. അതുപോലെ തന്നെ നമ്മൾ ആക്ടിവിറ്റി ലെവൽ നന്നായിട്ട് കൂട്ടിക്കൊണ്ടുവരാം. 20 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ മാക്സിമം ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ 7 മണിക്കൂർ 6 മുതൽ 7 മണിക്കൂർ വരെ നന്നായിട്ട് ഉറങ്ങാം. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റും വെയിറ്റ് ലോസൊക്കെ ഫോളോ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യത്തെ വെയിറ്റും ബിഫോർ വെയിറ്റും അതുപോലെ തന്നെ ആഫ്റ്റർ വെയിറ്റും ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം വെയിറ്റ് ഒന്ന് എടുത്ത് വെക്കാം, അതിനുശേഷം 1 മാസത്തിന് ശേഷം അടുത്ത വെയിറ്റ് ചെക്ക് ചെയ്യാം. നല്ല മാറ്റം ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ, കമൻറ്റായി രേഖപ്പെടുത്താം. അതുപോലെ തന്നെ മെഷർമെൻറ്റും ചെയ്യാം. നമ്മളെ ബോഡിയിലുള്ള ഫാറ്റ് ലോസ് സംഭവിച്ചാൽ അറിയാൻ വേണ്ടിയിട്ടാണ് ബോഡി ഒന്ന് മെഷർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഫാറ്റ് ലോസിനും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഓട്സ് സ്മൂത്തിയുടെ റെസിപ്പിയൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ കണ്ടു നോക്കാം. അതിനോട് ഒത്തിരി പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു മീൽ പ്ലാന് വീഡിയോ ചെയ്യുമോ, അങ്ങനെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്കും എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവർക്കും ജിമ്മിലുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ നല്ല റിസൾട്ട് തന്നിട്ടുള്ള മീൽ പ്ലാനാണ് 1500 കാലറി മീൽ പ്ലാന്. ഇതുപോലെ 1500 കാലറി മീൽ പ്ലാന് ഡയറ്റ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് നമ്മൾ വെയിറ്റ് ലോസിന് ഉപയോഗിക്കുന്നത്. വെയിറ്റ് ലോസും ഫാറ്റ് ലോസും ഒക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.